ഇന്ന് നവരാത്രിയുടെ 6ാമത്തെ ദിവസം അല്ലേ? ധൈര്യത്തിൻ്റെയും വിജയത്തിൻ്റെയും ദേവിയായ കാർത്യായനി അമ്മയെ ആരാധിക്കുന്ന ദിനം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും ധൈര്യത്തോടെ നേരിടാനും അസുരബലങ്ങളെ കീഴടക്കാനും, അതായത് എല്ലാ നെഗറ്റീവ് എനർജിയെ കീഴടക്കാനും സ്വയം വിശ്വാസത്തോടെ മുന്നോട്ട് പോകാനും പ്രചോദിപ്പിക്കുന്ന ദിവസമാണ് നവരാത്രിയുടെ 6ാമത്തെ ദിവസം. അങ്ങനെ ഞങ്ങൾ ഇന്ന് തൊഴാമണ്ട് പോയത് മീപ്പുകുരിയിലുള്ള ശ്രീ ദുർഗാ പരമേശ്വരി ടെമ്പിളിലാണ്. ഞാൻ കുറച്ച് നാളായിട്ടോ ഇങ്ങോട്ട് വന്നിട്ട്. ഇപ്രാവശ്യം നവരാത്രി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തതാണ് പറ്റാവുന്ന കാസർഗോഡുള്ള അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോയി തൊഴണം, അവിടെ നിന്ന് അന്നദാനമൊക്കെ കഴിക്കണം എന്നുള്ളത്. അങ്ങനെ ഇപ്രാവശ്യം ഇങ്ങോട്ടാണ് വന്നത് കേട്ടോ. വരുമ്പോൾ തന്നെ ഇന്ന് ചണ്ഡികാ ഹോമത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ആ പൂജയ്ക്കുള്ള കുറേ ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര മനസ്സമാധാനം ഉണ്ടായിരുന്നു അമ്പലത്തിൻ്റെ അകത്ത്. അങ്ങനെ നന്നായിട്ട് തൊഴുതു ഇറങ്ങി. പിന്നെ അന്നദാനം കഴിക്കാനുള്ള ക്യൂവിൽ നിന്നു. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു എല്ലാ പ്രാവശ്യത്തും പോലെ. പിന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഹെവി റെയിനും ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ. പക്ഷെ മഴയൊന്നും ആർക്കും ഒന്നും ബാധിച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കുന്നുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങളും ക്യൂന്ന് ചോറിൻ്റെ അവിടെ എത്തി. നല്ല ചൂട് ചോറും പയറുപ്പേരിയും കൂട്ടുകറിയും അച്ചാറും നല്ല പായസമൊക്കെ ആയിട്ടുള്ള നല്ല അന്നദാനമായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞു കുഞ്ഞു ഫോളോവേഴ്സിനെയൊക്കെ കണ്ടു. അവർ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമായി. അങ്ങനെ മനസ്സും വയറും ഒക്കെ നിറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ്പ് ഇൻ ടച്ച്. ബൈ.